എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ എറണാകുളം ജില്ല കൂത്താട്ടുകുളം. എറണാകുളത്ത് നിന്ന് വരികയാണോ? കൂത്താട്ടുകുളം. അപ്പം മന്ത്രിയുണ്ട്? മന്ത്രിയുണ്ട്, അനൂപ് ജേക്കബ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി, ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ റെജി ജോൺ. ഞാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ജില്ലയിൽ തന്നെയാണ് ഇത്തവണ മുഖ്യമന്ത്രി. പിന്നെ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് കൂത്താട്ടുകുളമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, 2025 ജനുവരി മാസം 18-ാം തീയതി ഒരു അവിശ്വാസം ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു തട്ടിക്കൊണ്ടിലുമൊക്കെ. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ, അദ്ദേഹം ഞങ്ങളോട് നിന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കരകയറാൻ പറ്റിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് അദ്ദേഹത്തോടെയായിട്ടൊരു നന്ദിയുണ്ട്. എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ വന്നു. എവിടുന്നാണ് വരുന്നത്? മലപ്പുറം. ഓക്കെ. അരുൺ, മലപ്പുറത്തുനിന്ന്, എറണാകുളത്തുനിന്ന്, അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ എറണാകുളത്തു നിന്നൊക്കെ ഒരാൾ ബുള്ളറ്റ് ഓടിച്ച് രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. വലിയ ഫ്ലെക്സ് ഒക്കെ ആ ബുള്ളറ്റിൽ സ്ഥാപിച്ചിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി 8:30 പുറത്തിറങ്ങുന്നത് കാത്ത് അവർ നിൽക്കുകയാണ്. നമുക്കൊന്ന് കാണണമല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ബുള്ളറ്റ് ഓടിച്ച ആൾ. എന്താ പേരെന്താ? റഹീം. എറണാകുളത്ത് വരുന്നു. എപ്പോൾ പോകുന്നു? ഞാൻ ഇന്നലെ പോകുന്നു, രാത്രി പോകുന്നു. ഇവിടെ അജിത് അമീർ റൂം റെഡി ആയിട്ട് പാസ്പോർട്ട് വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ഇറങ്ങിയാണ്. അത് ഞാനൊന്ന് ഗസ്റ്റ് ചെയ്താണ് ആദ്യം എറണാകുളം. അതായത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, ഷിയാസിന്റെ കൂടി ചിത്രമുണ്ട്. ഷിയാസിന്റെ ചിത്രമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എറണാകുളം എന്ന് ഉറപ്പിച്ചു. അതെന്താ ബുള്ളറ്റിൽ ഇങ്ങ് പോരാൻ? ബുള്ളറ്റിൽ പോരാന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഒരു ആവേശമാണ്. അപ്പം എങ്ങനെയെങ്കിലും ഇത് നമ്മൾ വളരെ ആവേശത്തോടെയുള്ളൊരു സത്യപ്രതിജ്ഞയാണ്. അപ്പൊ ഇത് ഇന്ന് മുഴുവൻ നിയന്ത്രണങ്ങളെല്ലാം വളരെ പാലിച്ച് തന്നെ പോകുന്നതാണ്. നമ്മൾ ഈ കലാശക്കൊട്ടിൽ ഡാൻസ് ചെയ്ത ആൾ തന്നെയാണോ? അതെ. കലാശക്കൊട്ട് നമുക്ക് അത്ര ആവേശത്തിലായിരുന്നു. ഇലക്ഷനും മന്ത്രിസഭയൊക്കെ വളരെ ആവേശത്തിലായിരുന്നു. ഞാനിന്ന് ഫുള്ളുണ്ടാവും അവിടെ നിന്ന്. ഇന്ന് ഫുള്ളുണ്ടാവും. ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒന്ന് എല്ലാം ഇതാക്കിയിട്ട് പോകുള്ളൂ. സിഎമ്മിനെ കണ്ടല്ലോ, സിഎമ്മിനെ പറവൂർ കണ്ടിരുന്നു, എയർപോർട്ടിൽ കണ്ടിരുന്നു. ശരി. അപ്പോ കൊള്ളാം. എറണാകുളത്ത് കൂടുതൽ നമ്മളുടെ കലാശക്കൊട്ടിൽ വൈറലാക്കിയ കക്ഷിയാണത്. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. ഷിയാസ് എത്തുന്നുണ്ട്. ഷിയാസ് എന്തോ സംസാരിക്കുന്നുണ്ട്.